നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 422 422. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 25-ാം അധ്യായത്തിൽ 57-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. ശ്ലോകം: ക്വചിൽ ബിബന്ധ്യാം ബിബതി മതിരാം മദവിഹ്വല അശ്നന്ധ്യാം ക്വചിൽ സ്നാതി ജക്ഷന്ധ്യാം സഹജക്ഷതി. ഇതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, ചില സമയം പാനം ചെയ്യുന്ന വിഷയത്തിൽ മദ്യത്തെ പാനം ചെയ്യുന്നു, മദത്താൽ പരവശനാകുന്നു, അശിക്കുന്ന സമയത്തിൽ അശിക്കുന്നു, ഭക്ഷിക്കുമ്പോൾ ഒരുമിച്ച് ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നമുക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ഭാവാർത്ഥം പറയാം, അപ്പോൾ മനസ്സിലാവും. ഭാര്യയ്ക്ക് അധീനനായതിനെ തന്നെ 6 പദ്യങ്ങൾ കൊണ്ട് വിവരിക്കുന്നു. ഭാര്യ ചിലപ്പോൾ മദ്യം പാനം ചെയ്യും. അപ്പോൾ പുരഞ്ജന രാജാവും മദ്യപാനം ചെയ്യുകയും മതോന്മത്തനാവുകയും ചെയ്യുന്നു. ഭക്ഷണത്തിനായി ഭാര്യ പുറപ്പെടുമ്പോൾ ഭർത്താവും പുറപ്പെടുന്നു. താമ്പൂലാദി ചർവണത്തിനായി, അതായത് വെറ്റില ചവയ്ക്കാന്നാണ് പറയുക അതിൻ്റെ അർത്ഥം. താമ്പൂലാദി ചർവണത്തിനായി ഭാര്യ ഭാവിച്ചാൽ രാജാവും അത് ചെയ്യുന്നു. ജീവന് അന്നപാനാദി സർവവും ബുദ്ധിക്ക് അധീനം എന്ന് സാരം. അതീതല്ല, അധീനം. ബുദ്ധിക്ക് അധീനം. അപ്പോൾ അവരവരിഷ്ടപ്പെടുന്ന ആൾ എന്ത് ചെയ്യണു അത് ചെയ്യാനാണ് താല്പര്യം ഉണ്ടാവുക. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ. പക്ഷേ അവരവർക്ക് വേണ്ടതേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് സത്യം. വേറൊരാൾക്കായിട്ട് കഴിക്കരുത്. അവരവർക്ക് വേണ്ടത് കഴിക്കുക, അതോടുകൂടി നിർത്തുക. ആര് നിർബന്ധിച്ചാലും എക്സ്ട്രാ കഴിക്കാതെയും ഇരിക്കുക, അതാണ് ഉചിതം. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? ക്വചിൽ ഗായതി ഗായന്ത്യാം മൃതത്യാം മൃതതി ക്വചിത് ക്വചിദ്ധസന്ധ്യാം ഹസതി ജൽപന്ത്യാം അനുജൽപതി. ചിലപ്പോൾ ഗാനം ചെയ്യുമ്പോൾ, പാട്ട് പാടുമ്പോൾ, പാട്ടറിയില്ലെങ്കിലും സ്വരങ്ങൾ വിന്യസിക്കാൻ അറിയില്ലെങ്കിലും പാട്ട് പാടും. മറ്റുള്ളവർക്ക് കർണഘടോരാവും. അങ്ങനെ ഉണ്ടല്ലോ. എന്നിട്ടോ രോദനം ചെയ്യുമ്പോൾ രോദിക്കുന്നു, ഹസിക്കുമ്പോൾ ഹസിക്കുന്നു, ജൽപ്പിക്കുമ്പോൾ അനുസരിച്ച് ജൽപ്പിക്കുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം: ഭാര്യ ഗാനം ചെയ്യുമ്പോൾ ഭർത്താവും പാട്ടുപാടും, കരയുമ്പോൾ കരയും, ചിരിക്കുമ്പോൾ ചിരിക്കും, സംസാരിക്കുമ്പോൾ സംസാരിക്കും. അവരവർക്ക് വേണ്ടിയിട്ടോ ഈശ്വരപ്രീതിക്കോ ആയാലല്ലേ അത് മെച്ചമുണ്ടാവുള്ളൂ. അത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി 59-ാമത്തെ ശ്ലോകം പറയണു: ക്വചിദ്ധാവതി ധാവന്ത്യാം തിഷ്ടന്ത്യാം അനുതിഷ്ഠതി അനുഷേദേശയാനായാം മന്വാസ്തേ ക്വചിദാസതീം. അതായത് ഭാര്യ ഓടുകയാണെങ്കിൽ ഭർത്താവ് ഓടും, ഭർത്താവ് ഓടുകയാണെങ്കിൽ ഭാര്യ ഓടും. ഭാര്യ ഇരിക്കേണ്ടടുത്ത് ഇരിക്കുകയാണെങ്കിൽ അടുത്ത് പോയിട്ട് ഭർത്താവ് ഇരിക്കും, ഭർത്താവ് ഇരിക്കുമ്പോൾ ഭാര്യ വന്നിരിക്കും. അനുസരിച്ച് ശയിക്കുന്നു എന്നർത്ഥം. ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് കിടക്കണു, ഒരുമിച്ച് വസിക്കണം. അപ്പോൾ ആരേനെ നഷ്ടപ്പെടുത്തുന്നത്? ഈശ്വര ചിന്തയ്ക്ക്, ഈശ്വരീയ ചിന്തകളെ അന്യം നിർത്തിയിട്ട് നമ്മൾക്കൊരു ജീവിതം ഉണ്ടാവില്ല, നശിക്കുള്ളൂ നമ്മൾ. അതാണ് പറഞ്ഞു വരുന്നത്. ഭാര്യ ബന്ധപ്പെട്ടോടുമ്പോൾ പതിയും ഓടുന്നു, വിശ്രമിക്കുമ്പോൾ വിശ്രമിക്കുന്നു, ശയിക്കുമ്പോൾ ശയിക്കുന്നു, ഇരിക്കുമ്പോൾ ഇരിക്കുന്നു. ജീവൻ്റെ എല്ലാവിധ സഞ്ചാരവും ബുദ്ധിക്ക് അധീനമാണ്. ബുദ്ധിക്ക് അതീതമായിരിക്കുന്ന ഈശ്വരനെ എങ്ങനെയാണ് ശ്രദ്ധിക്കുക? നമ്മുടെ ബുദ്ധിനെ ഈശ്വരങ്കിൽ അർപ്പിച്ച് ഈശ്വരൻ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം.
അതിനാണ് ഈ അനുസന്ധാനം ചെയ്യുക. ദൃക്കുകളിൽ ഭ്രമിക്കാതെ ദൃക്കിനെ അനുസന്ധാനം ചെയ്യുക എന്ന് പറയും. 60-ാമത്തെ ശ്ലോകം പറയുന്നു, ക്വചിൽ ശൃണോതി ശൃണ്വന്ത്യാം പശ്യന്താമനുപശ്യതി ക്വചിത് ജിഘ്രതി ജിഘ്രന്ത്യാം സ്പൃശന്ത്യാം സ്പൃശതി ക്വചിത്. ഭാര്യ കേൾക്കുമ്പോൾ ഭർത്താവും കേൾക്കണു, കാണുന്നു, ഘ്രാണിക്കുന്നു, അതായത് വാസനിക്കുന്നു, സ്പർശിക്കുന്നു. ഇങ്ങോട്ട് എങ്ങനെ സ്പർശനം അങ്ങനെ അങ്ങോട്ട് കൊടുക്കും. ആവശ്യമുണ്ടോ ഇല്ലയോ, ആവശ്യം കഴിഞ്ഞിട്ടാണ് സ്പർശിക്കുന്നത്, അതൊക്കെ അണ്ടർസ്റ്റുഡാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പറയണു അതിൻ്റെ ഭാവാർത്ഥം, ഭാര്യ ശബ്ദാദികളെ കേൾക്കുമ്പോൾ ഭർത്താവും കേൾക്കുന്നു, കാണുമ്പോൾ കാണുന്നു, വാസന അറിയുമ്പോൾ വാസന അറിയുന്നു. വാസന അറിഞ്ഞിട്ടില്ലെങ്കിലും അവരെന്ത് പറഞ്ഞു അത് ശരിയാന്ന് പറയണു. അവിടെയാണ് തെറ്റ്. സ്പർശിക്കുമ്പോൾ സ്പർശിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 61-ാമത്തെ ശ്ലോകം, ക്വചിശ്ച ശോചതീം ജായാം അനുശോചതി ദീനവത് അനുഹൃഷ്യന്തി ഹൃഷ്യന്താം മുദിതാം അനുമോദതേ. എപ്പോഴാണ് ദുഃഖിക്കണേ? അപ്പോൾ ദുഃഖിക്കും. ദുഃഖിതനെ പോലെ അനുസരിച്ച് സന്തോഷിക്കുന്നു. അവർ സന്തോഷിക്കുകയാണെങ്കിൽ നമ്മൾക്ക് സന്തോഷമില്ലെങ്കിലും സന്തോഷം നടിച്ച് സന്തോഷിക്കണമെന്ന് പറയണം. അതേപോലെ തന്നെ അനുമോദനം. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ദുഃഖിക്കുന്ന ഭാര്യയോടൊപ്പം രാജാവ് ദുഃഖിതനെ പോലെ ദുഃഖിക്കുന്നു. ദുഃഖമുണ്ടോ? ഇല്ല. സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കുകയും മോദിക്കുമ്പോൾ അനുമോദിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി ആ 25-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം 62 എന്താ? വിപ്രലബ്ധോ മഹിഷേവം സർവപ്രകൃതി വഞ്ചിത. സർവപ്രകൃതി വഞ്ചിത, പരസ്പരം വഞ്ചിക്കുകയാണെന്നാണ് പറഞ്ഞത്. ന ഇച്ഛേനനുകര്യോദ്യജ്ഞാ ക്ലൈഭ്യാത് ക്രീഡാമൃഗോ യഥാ. ഭാര്യയാൽ ഏവം ഇപ്രകാരം വഞ്ചിക്കപ്പെട്ടവനായിട്ട് അറിവില്ലാത്തവനും സകല സ്വഭാവത്തിൽ നിന്നും ഭ്രംശിക്കപ്പെട്ടവനുമായിട്ട് ജാഡ്യം നിമിത്തം കളിപ്പാനുള്ള മൃഗം എന്ന പോലെ അധപ്പതിക്കുക ചെയ്യണത്. ഇച്ഛിക്കാത്തവനാണെങ്കിലും അനുകരിക്കണമെന്നാണ് പറഞ്ഞത്. ഇതാണ് ദാമ്പത്യ ജീവിതത്തിലത്തെ അവസ്ഥ. ഇതിലുള്ള കാപട്യം അറിഞ്ഞ് ജീവിച്ചാൽ അവരവർക്ക് രക്ഷപ്പെടാം. ഇപ്രകാരം ഭാര്യയാൽ വഞ്ചിതനായ രാജാവിന് സ്വതേയുള്ള സകല സ്വഭാവവും നശിച്ചു. ഭാര്യയെ അനുസരിക്കണമെന്നുള്ള ഇച്ഛ ഇല്ലെന്നിരിക്കലും കളിപ്പാൻ വേണ്ടി വളർത്തിയ ഒരു മൃഗം അതിൻ്റെ സ്വാമിയെ അനുഗമിക്കുന്നത് പോലെ ഭാര്യയെ അനുകരിക്കുകയെന്നത് രാജാവിൻ്റെ സ്വഭാവമായി തീർന്നു എന്ന് പറയണം. പിന്നെ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് ഈ അധ്യായം അവസാനിക്കുകയാണ്. ജീവൻ സ്വതേ ഒന്നിലും ബന്ധപ്പെടാതെ അസംഗനായിരിക്കുന്നവനും വിഷയങ്ങളുടെ സ്പർശം കൂടാതെ ആത്മാവിൽ തന്നെ ആനന്ദിക്കുന്നവനും സ്വതന്ത്രനും നിത്യനുമായിരിക്കെ ആ സ്വഭാവത്തെ തീരെ മറന്ന് ബുദ്ധി ഇന്ദ്രിയങ്ങളിൽ കൂടെ ചലിക്കുമ്പോൾ താനും അതിനോട് ചേർന്ന് ചലിക്കുന്നത് സ്വാഭാവികമായി തീർന്നു എന്ന് സാരം എന്ന് പറഞ്ഞു നിർത്തി. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ മോക്ഷപ്രകരണേ പുരഞ്ജനോപാഖ്യാനേ ജാഗ്രതാധ്യാവസ്ഥാ നിരൂപണം നാമ പഞ്ചവിംശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ഇതിവിടെ അവസാനിച്ചു. ഇനി നമുക്ക് അടുത്ത അധ്യായം എന്താണെന്നുള്ളത് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 26-ാം അധ്യായം. നാരദ ഉവാച. 3 ശ്ലോകങ്ങളൊപ്പം പോകുന്നുണ്ട്.
സ ഏകദാ മഹേശ്വാസോരഥം പഞ്ചാശ്വമാശുകം ദീശം ദ്വിജചക്രമേകാക്ഷം ത്രിവേണും പഞ്ചബന്ധുരം ഏകരശ്മ്യേകതമനേകനീഢം ദ്വിഗൂപുരം പഞ്ചപ്രകരണം സപ്തവരൂധം പഞ്ചവിക്രമം ഹൈമോവസ്കരമാരുഹ്യ സ്വർണവർമാക്ഷയേഷുധി ഏകാദശചമൂനാഥ പഞ്ചപ്രസ്ഥമഗാദ്വനം. ഇതാണ് ശ്ലോകം. ഇതിൻ്റെ വാക്കാർത്ഥം എന്തൊക്കെയാണ് നോക്കുക. ഒരു നാൾ അവൻ്റെ മഹത്തായ ധനുസ്സോടു കൂടിയവനായിട്ട് വില്ലോട് കൂടിയവനായിട്ട് 5 കുതിരകളുള്ളതും വേഗം ഗമിക്കുന്നതും 2 ദണ്ഡികകൾ ഉള്ളതും 2 ചക്രങ്ങളുള്ളതും 1 അക്ഷത്തോടു കൂടിയതും 3 വേണുക്കളോട് കൂടിയതും 5 കെട്ടുകളുള്ളതും 1 രശ്മിയോടും 1 നിയന്താവിനോടും 1 വാസസ്ഥാനത്തോടും 2 കൂപരങ്ങളോട് നുകക്കഴി ഇടുവാനുള്ള ദ്വാരങ്ങൾ കൂടിയതും 5 ആയുധങ്ങളുള്ളതും 7 ആഭരണങ്ങളുള്ളതും 5 ഗതിവിശേഷമുള്ളതും സ്വർണ്ണക്കോപ്പുകളോടുകൂടിയതുമായ തേരിനെ സ്വർണ്ണ കവചത്തോടും ക്ഷയിക്കാത്ത ബാണങ്ങൾ നിറഞ്ഞ ആവനാഴിയോടും കൂടിയവനായിട്ട് ആ തേരിൽ കയറിയിട്ട് 11 സൈന്യത്തിന് നാഥനായിട്ട് പ്രപഞ്ചസ്ഥമെന്ന വനത്തെ ഗമിച്ചു. ഇതാണ് ഈ 3 ശ്ലോകത്തിൻ്റെയും കൂടിയിട്ടുള്ള വാക്കാർത്ഥം. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം 2 വലിയ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അത് നമ്മൾ എന്താണെന്നാ പറയുക, വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ പറയണു, നാരദരെ പറഞ്ഞു, നാരദ ഉവാച എന്നാണ്. ഒരു നാൾ പുരഞ്ജന മഹാരാജാവ് ഉത്കൃഷ്ടമായ വില്ലും സ്വർണം കൊണ്ടുള്ള കവചവും തീരാത്ത ബാണങ്ങൾ ജനിക്കുന്ന ആവനാഴിയും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. എത്രത്തോളം ഊരണു അത്രത്തോളം അതിൽ അസ്ത്രങ്ങൾ വരും. ധരിച്ചും 11 സൈന്യത്തിൻ്റെ നാഥസ്ഥാനം വഹിച്ചും കൊണ്ട് പഞ്ചപ്രസ്ഥം എന്നു പേരായ വനത്തിലേക്ക് തേരിൽ ഇരുന്ന് യാത്ര ചെയ്തു. ആ രഥം അതിവിശേഷമായിരുന്നു. 5 കുതിരകളെ കെട്ടിയിട്ടുള്ളതിനാൽ അതിവേഗം സഞ്ചരിക്കും. രഥാസ്പദങ്ങളായിട്ട് 2 ദണ്ഡങ്ങൾ, 2 ചക്രങ്ങൾ, 1 അച്ചുതണ്ട് ഇവയുണ്ട്. 3 ധ്വജങ്ങൾ ഉയർത്തി നിർത്തിയിരിക്കുന്നു. 5 സ്ഥാനങ്ങളിൽ കെട്ടിയുറപ്പിച്ചിട്ടുണ്ട്. 1 കടിഞ്ഞാൻ, 1 സൂതൻ ഇരിപ്പാനുള്ള സ്ഥാനം, നുകം ഉറപ്പിക്കുവാനുള്ള 2 സ്ഥാനങ്ങൾ, 5 ആയുധങ്ങൾ, ആച്ഛാദനം ചെയ്യുവാനുള്ള 7 വസ്ത്രങ്ങൾ, അതായത് മറയ്ക്കപ്പെടാൻ എന്നർത്ഥം. ഇത് ആരുടെ കാര്യമാണ് പറഞ്ഞത്? ആരേനെയും മറയ്ക്കണു? ശരീരത്തിൽ ആത്മാവിനെ മറയ്ക്കാൻ 7 ആഭരണങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. 5 വിധത്തിൽ സഞ്ചാരം എന്നിവയുള്ളത് കൊണ്ട് ആ രഥം അസാധാരണ മഹിമയുള്ളതായിരുന്നു. ഇനി ഈ രഥം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോണത്. മുമ്പത്തെ അധ്യായത്തിൽ ജാഗ്രതാവസ്ഥയെയും സുഷുപ്തി അവസ്ഥയെയും സൂചിപ്പിച്ചു. ഇതിൽ സ്വപ്നാവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ സ്വപ്നാവസ്ഥയെ പറ്റിയിട്ടാണ് ഈ അധ്യായത്തിൽ പറഞ്ഞത്. പുരഞ്ജനൻ എന്ന് പറയുന്നതാണ് ഈ ശരീരത്തിലെ ജീവൻ. സ്വപ്നദേഹം എന്ന് പറയുന്നതാണ് തേര്. കർത്തൃത്വാദി ഭാവം ആണ് ധനുസ്. പഞ്ചേന്ദ്രിയങ്ങളാണ് കുതിരകൾ. സംവത്സരമാസാദികളുടെ അതിശീഘ്രതാനുഭവമാണ് വേഗഗതി. ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഭിമാനമാണ് 2 ദണ്ഡങ്ങൾ. പുണ്യപാപങ്ങളാണ് 2 ചക്രങ്ങൾ. മായ അല്ലെങ്കിൽ പ്രധാനം എന്ന് പറയപ്പെടുന്ന ഗുണസാമ്യാവസ്ഥാരൂപമായ ഒരച്ചുതണ്ട്. സത്വാദി 3 ഗുണങ്ങൾ ആണ് ധ്വജങ്ങൾ. 3 ധ്വജങ്ങളെന്ന് പറഞ്ഞാൽ സാത്വികം, രാജസം, താമസം എന്ന ഗുണങ്ങളാണ്. പഞ്ചപ്രാണൻ 5 ബന്ധനങ്ങൾ. കടിഞ്ഞാൻ മനസ്സ്, സൂതൻ ബുദ്ധി, ഇരിപ്പാനുള്ള സ്ഥാനം ഹൃദയം, ശോകമോഹങ്ങൾ നുകം ഉറപ്പിക്കുന്ന സ്ഥാനങ്ങൾ, ശബ്ദാദികളായ 5 വിഷയങ്ങൾ ആയുധങ്ങൾ. അല്ലേ? വർത്തമാനം പറയാൻ തുടങ്ങിയാൽ ആവനാഴി പോലെ എത്ര വരിക ആലോചിച്ച് നോക്കൂ. ഇതാരാ സപ്ലൈ ചെയ്യണത്? ഭഗവാൻ.
കർമ്മങ്ങൾ ചെയ്യുന്നതും ഭഗവാനാണ്. അതിൻ്റെ ഭോക്തൃത്വം പിന്നെ കർത്തൃത്വം അതും നമ്മുടേതാണെന്ന് നമ്മൾ സ്ഥാപിക്കുകയാണ്. നമ്മൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആവശ്യമില്ലാത്തതിൽ കയറി അഭിപ്രായം പറയുകയാണ് നമ്മൾ. അപ്പോൾ സപ്തധാതുക്കൾ ആച്ഛാദന വസ്ത്രങ്ങൾ, അതാണ് സപ്തധാതുക്കൾ ഈ ശരീരത്തിനെ മൂടി വെച്ചിട്ടുള്ളത്. കർമ്മേന്ദ്രിയ വ്യാപാരങ്ങൾ പഞ്ചവിധ ഗതിഭേദങ്ങൾ, രജോ ഗുണമാകുന്ന അത് ദേഹാഭരണം, ഭോഗവാസനകളാണ് ബാണങ്ങൾ, അഹങ്കാരമാണ് ആവനാഴി, ഇന്ദ്രിയങ്ങൾ 10 മനസ്സും കൂടെ 11 സൈന്യം, പൃഥിവ്യാദി പഞ്ചഭൂതങ്ങൾ, പഞ്ചപ്രസ്ഥം എന്ന വനം, സ്വപ്നം ദർശിക്കുന്ന സ്ഥാനമായ നാഡീവിശേഷത്തെ പ്രാപിച്ചുവെന്നത് തന്നെ വനപ്രദേശം. ഇപ്പോൾ ഇതിൽ എന്ത് ശാസ്ത്ര? ഇതാണ് ശരീരശാസ്ത്രം എന്ന് പറഞ്ഞത്. ഈ ആത്മാവും ശരീരവും കൂടിയിട്ടുള്ള ബന്ധം പുരഞ്ജനോപാഖ്യാനം എന്ന കഥയെക്കൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ ശ്രോതാക്കളിലും ഈ ശരീരം ഈ പറഞ്ഞ എല്ലാം ഇല്ലേ, അതല്ലേ അവരെ ഉണർത്തിക്കേണ്ടത്. നിങ്ങൾ ആരോ ആയിക്കോട്ടെ, ജന്മം കൊണ്ട് ആരാണെങ്കിലും ഈ പറഞ്ഞ വിശേഷ കാര്യങ്ങളെ മനസ്സിലാക്കി സത്കർമ്മങ്ങൾ ചെയ്താൽ എല്ലാവർക്കും മോക്ഷം കിട്ടും. എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണില്ല? ഈ ഭേദഭാവന പാടില്ല എന്ന് ഭാഗവതം ഉച്ചസ്ഥരം വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ടും നമ്മൾ എനിക്കൊക്കെ അറിയും, നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾ ദക്ഷിണ തന്നാൽ മതി, നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റു. നമുക്കങ്ങനെ ഏൽക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എന്തിനാ ഈ പാഴ്വാക്കുകൾ പറഞ്ഞത്? ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർ സത്കർമ്മനിരതന്മാരാവില്ലേ? നിങ്ങൾ എന്ത് വേണമെങ്കിൽ കഴിച്ചോളൂ, കുളിച്ചിട്ട് ശുദ്ധായാൽ മതി എന്ന് പറഞ്ഞത് ആപത്കരല്ലേ? ഹൈമിസാ പരമോധർമ്മത്തിൻ്റെ നാരായ വേര് എന്താണെന്നുള്ളത് മനസ്സിലാക്കണ്ടേ? നിങ്ങൾക്ക് 6 ദിവസം വരാൻ പറ്റില്ലെങ്കിൽ 7 ദിവസം സംഗ്രഹം ഇവിടെ ചെല്ലും. അപ്പം നിങ്ങൾ നമസ്കരിച്ചാൽ മതി, ദക്ഷിണ തരാൻ മറക്കരുത്. ഇതാണോ ഭാഗവതം? ഇതാണോ സംസ്കാരം? അപ്പോൾ ഇനി 4ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കുക നമുക്ക്. ചചാര മൃഗയാം തത്ര തൃപ്ത ആതേഷു കാർമുക വിഹായ ജായാമദർഹാം മൃഗവ്യസനലാലസാം. ഗർവിതനും ബാണചാപങ്ങളെ ധരിച്ചവനും നായാട്ടിൽ തൽപരനുമായിട്ട് അതിന് യോഗ്യയല്ലാത്ത ജായയെ എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നർത്ഥം. അതിന് യോഗ്യതയില്ലാത്ത ജായയെ ഉപേക്ഷിച്ചിട്ട് അവിടെ നായാട്ട് ചെയ്തു. ഇതും എന്താണെന്നുള്ളത് വായിച്ചാലേ മനസ്സിലാവുള്ളൂ. ബാണചാപങ്ങളെ ധരിച്ച് മൃഗങ്ങളെ വധിക്കുന്നതിൽ താല്പര്യവും ഉത്സാഹവും സ്വീകരിച്ചു. യുക്തമോ അയുക്തമോ എന്ന് ആലോചിക്കുവാൻ സമർത്ഥയായ ജാഗ്രൽ ബുദ്ധിയാകുന്ന ഭാര്യയെ ഒരുമിച്ച് കൂട്ടാതെ ആ വനത്തിൽ രാജാവ് വേട്ടയാടി എന്ന് പറയുന്നു. അപ്പോൾ രാഗാദികളാണ് ബാണങ്ങൾ. ആരുടെ? അവരവരുടെ. കർത്തൃത്വാദിഭാവമാണ് ധനുസ്. ശബ്ദാദി വിഷയങ്ങളാണ് മൃഗങ്ങളെ. വിവേകമതിയായ ജാഗ്രൽ ബുദ്ധി ആണ് ഭാര്യ. വിഷയാന്വേഷണം തന്നെ നായാട്ട്. ഓരോ വ്യക്തിയും വിഷയാന്വേഷണം. ഏത് കള്ള് ഷാപ്പിൽ പോയാലാണ് ടച്ചിങ്സ് നന്നാവുക? കുടുംബസമേതം പെൺമക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ഒന്നായിട്ട് മദ്യപാനം ചെയ്യാവുന്ന സ്ഥലം ഏതാണ്? ഇതന്നെയാണ് നായാട്ട്. പറഞ്ഞില്ലേ, എല്ലാവരും കൂടിയിട്ട് മദ്യപാനം ചെയ്യുക. അപ്പോൾ ഇത് എവിടെ പോയിട്ട് അവസാനിക്കുക? അഗാധ ഗർത്തത്തിൽ വീഴുക. അതാണ് നരകം എന്ന് പറഞ്ഞത്, വേറൊന്നുമില്ല. അടുത്ത ശ്ലോകം 5. ആസുരീം വൃത്തം ആശ്രിത്യ ഘോരാത്മാ നിരനുഗ്രഹാം നിഹനന്നിഷിതൈർബാണൈർ വനേഷു വനഗോചരാൻ. അതായത് അനുഗ്രഹത്തോടു കൂടാത്തവൻ. അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ജീവിതം.
അനുഗ്രഹത്തോടു കൂടാത്തവൻ അസുരന്മാർക്കുചിതമായ വൃത്തിയെ മനുഷ്യനായി പറന്ന് ആസുരീയ വൃത്തി ചെയ്യണോ ചെയ്യണ്ടേ, രാക്ഷസീയ സ്വഭാവം സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ, മൃഗത്തിൻ്റെ സ്വഭാവം സ്വീകരിക്കണോ തിരസ്കരിക്കണോ, മനുഷ്യഭാവത്തെ ഉത്കൃഷ്ടമാക്കുന്നത് എന്ത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആശ്രയിച്ചിട്ട് ഭയങ്കര സ്വരൂപനായിട്ട് മൂർച്ചയുള്ള ബാണങ്ങൾ കൊണ്ട് കാടുകളിൽ മൃഗങ്ങളെ നിഹനിച്ചു എന്നാണ് വാക്കാർത്ഥം പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. കരുണയില്ലാത്ത, അപ്പോൾ ഭഗവാൻ കരുണാമയനാണ്. അപ്പോൾ നമ്മൾ ഈശ്വരോപാസനയാണോ ചെയ്യണത്? കരുണാമയനായിരിക്കുന്ന ഈശ്വരനെ ഉപാസിച്ചാൽ കാരുണ്യം നമ്മുടെ ഒരു ക്വാളിറ്റി ആയിട്ട് മാറണ്ടേ? അതാവണില്ലല്ലോ. അപ്പം കരുണയില്ലാത്ത അസുരന്മാർക്ക് ഉചിതമായ സ്വഭാവത്തെ സ്വീകരിച്ച് പ്രാണികൾക്ക് ഭയം ധരിപ്പിക്കുന്നവനായിട്ട് മൂർച്ചയുള്ള ബാണങ്ങളെ കൊണ്ട് കാടുകളിൽ വസിക്കുന്ന മൃഗങ്ങളെ അനേകം വധിച്ചു. എന്നിട്ട് ശംഭോ ശങ്കര മഹാദേവ സ്വാമിയേ ശരണമയ്യപ്പ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സ്വാമിയെ ശരണമയ്യപ്പ എന്നോ ശംഭോ ശങ്കര മഹാദേവോ എന്നോ ഉച്ചരിക്കാതെ കണ്ട് ഇരുന്നാലും കുഴപ്പമില്ല. അഹിംസാ പരമോ ധർമ്മ എന്ന് മനസ്സിലാക്കിയാൽ തൻ്റെ ശരീരത്തിൻ്റെ പോഷണത്തിന് വേണ്ടി അന്യജീവികൾ, അവർ നമ്മളെപ്പോലെ ബ്രഹ്മചൈതന്യമുള്ളവരാണ്. അവരെ ഹനിച്ച് കൊന്ന് ഉപ്പും മുളക് ഇട്ട് തിന്നാന്ന് പറഞ്ഞാൽ അത് ഭാരതീയ സംസ്കാരത്തിന് പറ്റിയതല്ല. അപ്പോൾ അടുത്ത അതിൽ ഭാവാർത്ഥം എന്താ പറഞ്ഞത്? ജാഗ്രതാവസ്ഥയിൽ പ്രാണികാരുണ്യാദി സൽഗുണങ്ങളെ, പ്രാണികളിൽ കാരുണ്യം കാണിക്കുക എന്നുള്ളത് സൽഗുണമാണ് എന്ന് നമ്മൾ എപ്പോൾ പഠിക്കണം? 6, 8, 10, 12 വയസ്സിൽ പഠിക്കണം. ഉപേക്ഷിച്ചും കൊണ്ട് പരോപദ്രവാദികൾ ഏർപ്പെട്ടതിൻ്റെ ഫലഭൂതമായ സംസ്കാരത്താൽ ഭയങ്കരങ്ങളായ സ്വപ്നങ്ങളെ കാണുകയും തജ്ജന്യങ്ങളായ ദുഃഖങ്ങളെ ആ അവസ്ഥയിൽ ജീവാത്മാവ് അനുഭവിക്കുകയും ചെയ്യുന്നതിനെ സൂചിപ്പിച്ചു. അതാണ് ചെയ്യേണ്ടത്. ചെയ്താൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കും. ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലെങ്കിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കാതെ കണ്ടിരിക്കുമ്പോൾ നമ്മൾ അസൂയപ്പെട്ടിട്ടോ ദുഃഖിച്ചിട്ടോ യാതൊരു കാര്യമില്ല. അവരവർ ചെയ്ത തെറ്റിന് ആരേനെ ഒഴിഞ്ഞു കളയുക? അവരവരുടെ ഉള്ളിലുള്ള കാമക്രോധ മത മത്സര ലോഭ ഭയാദികളെ എങ്ങനെയാണ് ഒരാൾ ഒഴിഞ്ഞു കളയുക? അപ്പം എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നുണ്ട്, അതൊന്നും സ്ഥാനത്താവണില്ല, എല്ലാം അസ്ഥാനത്താണ്. നന്മയുള്ള മനസ്സിൽ സമാധാനം ഉണ്ടാവാതെ ഇരിക്കില്ല. അപ്പോൾ തൻ്റെ ഒരു ചങ്ങാതി സമൂഹത്തിൽ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമ്മൾക്ക് വിഷമം തോന്നണം. എന്നിട്ട് അവനെ സൽപ്രവൃത്തികളെ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലൊരു സമുന്നതനായ ആളാക്കി തീർക്കാനുള്ള ഉത്തരവാദിത്തം സഹജീവികൾക്കുണ്ടായിരിക്കണം. അല്ലാണ്ട് അവനെ കുളത്തിലിറക്കാനല്ല വേണ്ടത്. ഇപ്പോൾ ചിലവരുണ്ട്, സ്ഥലം വിട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് വന്നാൽ 10 ആൾ കൂടിയിട്ട് ഇവൻ വിചാരിക്കുന്ന വില കൊടുക്കാതെ കണ്ട് ചടിപ്പിക്കുക. അങ്ങനെയാണല്ലോ ലോകത്തിൽ നടക്കുന്നത്. അവരൊന്നും ഭാഗവതം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പറഞ്ഞു അടുത്ത ശ്ലോകം 6. തീർത്ഥേഷു പ്രതിഷ്ഠേഷു രാജാ മേധ്യാൻ പശൂൻ വനേ യാവദർത്ഥമലം ലുബ്ധോ ഹന്യാദിതി നിയമ്യതേ. രാജാവ് ഏറ്റവും ആഗ്രഹമുള്ളവനായിട്ട് പുണ്യകാലങ്ങളിൽ വിധിക്കപ്പെട്ടവയിൽ കാട്ടിൽ വിഹിതങ്ങളായ മൃഗങ്ങളെ ആവശ്യത്തിന് മാത്രം ഹനിക്കണം. അതായത് ദുഷ്ടമൃഗങ്ങളെ ഹനിക്കണം. എന്തിന്? സമൂഹത്തിലുള്ള പ്രജകൾക്ക് ആഘാതം ഉണ്ടാവാതെ ഇരിക്കാൻ എന്ന് നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം എന്താ?
രാജാവ് ഇങ്ങനെ നായാട്ടു ചെയ്തത് ന്യായമല്ലെന്ന് സാധിക്കുന്നു. അതായത് കണ്ടീഷനായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. രാജാവിന് നായാട്ട് ചെയ്യത്തക്കതാണെന്ന് ശാസ്ത്രം അനുവദിച്ചിട്ടില്ല. അതാണ്. അതായത് രാജാവാണ് എന്ന് വിചാരിച്ച് നായാട്ട് ചെയ്യത്തക്കതാണ് എന്ന് ശാസ്ത്രം അനുവദിച്ചിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജാവാണ്, അദ്ദേഹത്തിന് അധികാരമുണ്ടെന്ന് പറയാൻ പാടില്ല. മാംസത്തിൽ അത്യാഗ്രഹം ജനിക്കുകയും അതിനെ അടക്കുവാൻ അസാധ്യമായിരിക്കുകയും ചെയ്യുന്ന പക്ഷം ചില പ്രത്യേക നിയമങ്ങളോടുകൂടെ നായാട്ട് ചെയ്യുവാൻ ശാസ്ത്രത്തിൽ അനുവാദമുണ്ട്. ശ്രാദ്ധാദി പുണ്യകാലങ്ങളിൽ വധാർഹങ്ങളെന്ന് കൽപ്പിക്കപ്പെട്ട മൃഗങ്ങളെ കാട്ടിൽ വെച്ച് ആവശ്യം നിർവഹിപ്പാൻ മാത്രം ഹനിക്കാമെന്ന് ശാസ്ത്രത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഇതിനെ അതിക്രമിച്ചിട്ടുള്ള നായാട്ട് നരകഹേതുവായി ഭവിക്കും. ഈ ഒരു ശാസ്ത്രീയ സത്യത്തെ എത്ര ആൾ മനസ്സിലാക്കിയിട്ടുണ്ട്? ശാസ്ത്രം, സോഷ്യൽ സ്റ്റഡി, സയൻസ്, സ്കൂൾ വിദ്യാഭ്യാസത്തിലുള്ളത് ഡോക്ടറാവാനും എൻജിനീയർ ആവാനും ചാർട്ടേഡ് അക്കൗണ്ട് ആവാനും ഇൻഫർമേഷൻ ടെക്നോളജി അതിനൊക്കെ പറ്റുന്നുള്ളൂ. മനുഷ്യനായി തീരാൻ രാമായണവും ഭാഗവതവും ഭാരതമൊക്കെ വായിക്കണം. മനുഷ്യത്വം കളയാതെ കണ്ടിരിക്കാൻ, മനുഷ്യത്വം സമ്പാദിക്കാൻ. ഇത് മനസ്സിലാക്കാതെ കണ്ടുള്ള ജീവിതചര്യയാണ് നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും എത്തട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.